നമസ്കാരം. IFBHന്റെ 2061 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പുസ്തക ദിനമാണ്. ഈ പുസ്തക ദിനത്തിൽ വളരെ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. IAS ഓഫീസറായ ശ്രീ മോഹൻദാസ് സാറാണ് നമ്മുടെ അതിഥി. അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ അജിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. ഇന്ന് ലോക പുസ്തക ദിനം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കെ മോഹൻദാസ് IAS ആണ്. അദ്ദേഹം കേരള കേഡറിലെ ഉദ്യോഗസ്ഥനായിരുന്നു. കേരള കേഡറിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കേരള സർക്കാരിലും കേന്ദ്ര സർക്കാരിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മൾ പുസ്തക ദിനമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ പുസ്തകം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും കൂടെയുള്ള ഒരു യാത്രയാണ് എന്നാണ് അദ്ദേഹം തന്നെ ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന് ഈ പുസ്തകത്തെ കുറിച്ച് തന്നെ പല ചർച്ചകളും പല വേദിയിലും നടന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മളോടൊപ്പം അത് ചർച്ച ചെയ്യാനും നമ്മളോടൊപ്പം തിരക്കുള്ള സമയത്തിന്റെ ഇടയിൽ നമുക്ക് സമയം തരാനും അദ്ദേഹം കാണിച്ച വലിയ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. പിന്നെ നമുക്ക് ആ പുസ്തകം പരിചയപ്പെടുത്തി തരുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും പരിചിതനായ പരീത് ബാബാഖാൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ഹോമിയോപ്പതിക് സ്നേഹിയാണ്. നമ്മൾ IFBH മെമ്പറാണ്. ഇതിലെല്ലാം ഉപരി അദ്ദേഹം മുൻ അഡീഷണൽ കമ്മീഷണർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരളയിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് നന്ദി പറയാനായിട്ട് എത്തിയിട്ടുള്ള ശാലു രാജൻ. നമ്മുടെ IFBH സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മളോടൊപ്പം യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്ത ശാലു രാജൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇപ്പൊ ഒരു ഓഥറും കൂടിയാണ് അദ്ദേഹം. പിന്നെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യാനും ഇങ്ങനെ ഓരോ വിശേഷ ദിവസങ്ങളിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കണ്ടുപിടിച്ച് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും അതിന് ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യുന്ന മനോജ് ഡോക്ടറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റായ നമ്മുടെ എല്ലാമായ ഡോക്ടർ ഇസ്മായിൽ സേട്ടിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതിടവില്ലാതെ പ്രോഗ്രാം നടത്തുന്നതിലേക്ക് വേണ്ടി ഇടതടവില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധനേഷ് ഡോക്ടർ എന്നും ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ശക്തിയാണ് ധനേഷ് ഡോക്ടർ ഉണ്ടല്ലോ എന്ന്. ആ ധനേഷ് ഡോക്ടറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇടതടവില്ലാത്ത വെബിനാറിൽ ഇടതടവില്ലാതെ മലയാളത്തിൽ പങ്കുകൊള്ളുന്ന ഡോക്ടർ ശൈലയും ഡോക്ടർ മറിയാമ്മയും ഒക്കെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പേട്രനായ ജോസ് ഐസക് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ സഹയാത്രികരായിട്ട് കൂടിയിട്ടുള്ള നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര വെറും വ്യർത്ഥമായി പോയേനെ. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങൾ പങ്കിട്ട് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം, എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും പറഞ്ഞ എനിക്കും താങ്ക് യു. തീർച്ചയായിട്ടും വേണമല്ലോ, അതാണ് ഏറ്റവും അധികം വേണ്ടത്. വളരെ നന്ദി ഡോക്ടർ അജിന്, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമുക്കറിയാം, കേരളം ധാരാളം പ്രഗത്ഭരായ IAS ഓഫീസർമാരെ കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ അറിയാമല്ലോ, ഒരുപാട് സർവീസ് സ്റ്റോറി വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ധാരാളം ഉണ്ട്. അക്കൂട്ടത്തിൽ ശ്രീ മോഹൻദാസ് സാർ വളരെ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ നേരത്തെ പറഞ്ഞ പോലെ കേരളമെമ്പാടും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകത്തെക്കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒരു ഗ്രന്ഥകർത്താവ് സൃഷ്ടിയുടെ വേദന എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് പറയാനായിട്ട് മോഹൻദാസാണ് ക്ഷണിക്കുന്നത്. സാർ പ്ലീസ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെയും ഈ സമീപകാലത്ത് ഞാൻ എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച IAS എസ്കലേറ്റർ എന്ന എൻ്റെ സർവീസ് സ്റ്റോറിയെയും പരിചയപ്പെടുത്തിയതിന് നന്ദി. അതേപ്പറ്റി കൂടുതൽ അറിയാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യം കാണിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. എൻ്റെ മുഖവും വീഡിയോയും ഓഡിയോയും ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു.
ആണ് ക്ലിയർ സാറേ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് പുസ്തകത്തിൻ്റെ കവറും ഏതാണ്ട് അത് തന്നെയാണ്. അപ്പോൾ എന്നാലും അതൊന്ന് കാണിക്കാം. ഇതാണ് IAS എസ്കലേറ്റർ എന്നുള്ള പുസ്തകം. അത് DC ബുക്സിൻ്റെ കറണ്ട് ബുക്സിൻ്റെ ഒക്കെ പുസ്തക കടകളിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഡോക്ടർ മനോജ് പറഞ്ഞത് ഇതിൻ്റെ എഴുതാനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ വിശദീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ അതേപ്പറ്റി ആലോചിക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് വലിയ നിശ്ചയം പോരാ. കാരണം ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് ഒരു ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തള്ളലാണ്. തള്ളൽ ഈ ആധുനിക ഉപയോഗത്തിലല്ല തള്ളൽ എന്ന് പറയുന്നത്. ആ ഒരു ഏർജ് എന്നുള്ള നിലയ്ക്കാണ് അത് വരേണ്ടത്. പണ്ട് സാഹിത്യം പഠിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി ഉണ്ടല്ലോ, സ്പോണ്ടേനിയസ് ഔട്ട്ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്. അത് വെച്ചിട്ടാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ നടത്തുന്നത്. പക്ഷെ അത്തരം ഒരു അവകാശവാദത്തിനും ഞാനില്ല. ഇതങ്ങനെയൊന്നും ഉണ്ടായതല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അതിന് മുമ്പേ പറയേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ലോക പുസ്തക ദിനമാണ്, വായനാ ദിനമാണ്, പുസ്തകങ്ങൾ വായിക്കേണ്ട ദിവസമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഏപ്രിൽ 23 എന്ന് പറയുന്ന ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പുസ്തക ദിനമായത് നമുക്കെല്ലാം അറിയാം. 2 മഹാരഥന്മാരുടെ ചരമദിനത്തോടനുബന്ധിച്ചുള്ള ആ ഒരു അന്താരാഷ്ട്ര തീരുമാനത്തിലാണ് ഈ പുസ്തക ദിനമായി മാറിയത്. ഒന്ന്, വിശ്വസാഹിത്യത്തിലെ എന്തുകൊണ്ടും അഗ്രഗണ്യനായ വില്യം ഷേക്സ്പിയർ. അദ്ദേഹം 1616 ഏപ്രിൽ 23 മരിച്ചത്. കലണ്ടറിലെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏപ്രിൽ 23 അംഗീകൃത തീയതി. അതുപോലെ തന്നെ വിഖ്യാതനായ സ്പാനിഷ് എഴുത്തുകാരനുണ്ട്, സെർവാന്റസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നോവൽ ഡോൺ ക്വിക്സോട്ട് എന്ന് ഇംഗ്ലീഷിൽ എഴുതുകയും ക്വിഹോട്ടെ എന്ന് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു പുസ്തകം, അത് എഴുതിയ സെർവാന്റസിൻ്റെയും ചരമദിനമാണ് ഏപ്രിൽ 23. അപ്പോൾ അതിൽ ഈ രണ്ടാമത് പറഞ്ഞ പുസ്തകത്തെ പറ്റി ഞാൻ ഈ IAS എസ്കലേറ്ററിൽ പറയാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതറിഞ്ഞുകൊണ്ടൊന്നുമല്ല, ഈ പുസ്തക ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഈ പുസ്തകം മുഴുവൻ ഞാൻ വായനയുടെ പ്രാധാന്യം വളരെ കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വായന ആരംഭിച്ചത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ, നാട്ടിൻപുറത്തെ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അന്ന് അവിടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിച്ചു. ആദ്യത്തെ ബാച്ചായിട്ട് പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ചെയ്തത് ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേൾഡ് ക്ലാസിക്സിൻ്റെ എബ്രിഡ്ജ്ഡ് വേർഷൻസ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് തരും, വായിക്കാൻ പറയും. വായിച്ചിട്ട് അതേപ്പറ്റി അഭിപ്രായം പറയാൻ പറയും, ചിലപ്പോൾ എഴുതാൻ പറയും. അപ്പം അങ്ങനെ ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഹൈസ്കൂൾ ക്ലാസ്സിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വായിക്കാൻ തന്ന പുസ്തകം ഈ നേരത്തെ പറഞ്ഞ സെർവാന്റസിൻ്റെ ഡോൺ ക്വിക്സോട്ട് അല്ലെങ്കിൽ ക്വിഹോട്ടെ എന്ന് പറയുന്ന ആ പുസ്തകമാണ് എനിക്ക് ആദ്യം വായിക്കാൻ തന്നത്. വളരെ അതിനു മുമ്പ് വായിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ആ പുസ്തകം വായിച്ചപ്പോൾ വളരെ ഇംപ്രസ്ഡായി. ഇപ്പോഴും അത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, അതും ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നോക്കൂ, ആ സ്പാനിഷ് ഹീറോ ചെയ്യാൻ ശ്രമിച്ചത് മാതിരി ശത്രുക്കളെ കണ്ടെത്തി, ഇമാജിനറി ശത്രുക്കളെ കണ്ടെത്തി അവരെ വകവരുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ കേരള രാഷ്ട്രീയത്തിലൊക്കെ കാണും ഒരുപാട് പേരുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, പക്ഷേ ഉണ്ട്. ശത്രുക്കളെ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അവരെ കണ്ടെത്തി അവരെ വകവരുത്താനായിട്ട് തുനിഞ്ഞിറങ്ങുക. അപ്പോൾ അത് നമ്മൾ ഇന്നും എല്ലാ കാലത്തും കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വായന അങ്ങനെ അവിടെ തുടങ്ങിയപ്പോൾ ഈ ഏപ്രിൽ 23 ബന്ധപ്പെട്ട വിഖ്യാത സാഹിത്യകാരൻ്റെ വായനയാണ് തുടങ്ങിയത്.
ഷേക്സ്പിയറെ പറ്റി പറയുമ്പോൾ പറയേണ്ട കാര്യമില്ല. ഷേക്സ്പിയറെ പറ്റി വാസ്തവം പറഞ്ഞാൽ എനിക്കൊരു 18 വയസ്സ് വരെ ഇത്തിരി ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു രോഗം ഉണ്ടായിരുന്നു. അത് ഇത് നിങ്ങളുടെ ഡോക്ടർമാരുടെ ചികിത്സ ആവശ്യമുള്ള രോഗമല്ല, എന്നാൽ പോലും അത് ഒരു 18 വയസ്സിന് മുമ്പ് എൻ്റെ 2 ചെറുകഥകൾ മലയാളത്തിലെ വലിയ വാരികകളിൽ, ഒന്ന് മനോരമയിലും ഒന്ന് മലയാള രാജ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്ന ഇതിനകത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് ആ ആ ആ പ്രായം കഴിഞ്ഞപ്പോൾ താനെ നിന്നുപോയി. കാരണം ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് മാറി, കൂടുതൽ പ്രയോറിറ്റീസ് വേറെ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു പരിപാടി പിന്നെ തുടർന്നില്ല. പിന്നീട് ആക്ച്വലി മനഃപൂർവ്വം തുടരാതിരിക്കാനൊരു കാര്യം, അല്ലെങ്കിൽ അതിനൊരു കാരണഭൂതനായത് സാക്ഷാൽ വില്യം ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറെ ഒരുപാട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരുമാതിരി പറയാനുള്ളതൊക്കെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ കൂടുതൽ പറയാൻ? പദപ്രയോഗങ്ങൾ ഒരുമാതിരി നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് പ്രയോഗിക്കാവുന്ന പദപ്രയോഗങ്ങളൊക്കെ ഷേക്സ്പിയർ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. പുതിയ വാക്കുകൾ ഉണ്ടാക്കി, പുതിയ ഫ്രേസുകൾ ഉണ്ടാക്കി. ഇത്രയൊക്കെ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ആണ് ഇനി അഡീഷണലായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്തയും മനസ്സിനെ അലട്ടാതിരുന്നിട്ടില്ല. അപ്പം അത് ഒരു ഭാഗത്ത്. തീർച്ചയായിട്ടും കഥ ആണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി, മഹാഭാരതത്തിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. ഏത് കഥ വേണമെങ്കിലും മഹാഭാരതത്തിൽ കിട്ടും. പക്ഷേ ഈ കഥകളിലെ ഈ ഒരു നാടകീയമായ ട്വിസ്റ്റുകളും അതിൻ്റെ ഏറ്റവും പ്രധാനം ഭാഷയുടെ ഉപയോഗമാണ്. ഭാഷയുടെ ഉപയോഗത്തിൽ ഷേക്സ്പിയർ കാണിച്ചിട്ട്, നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവരാണ്, അപ്പോൾ ഷേക്സ്പിയർ കാണിച്ചിട്ടുള്ള ആ ഒരു ഈ അപ്രമാദിത്വം അത് ഒരുപക്ഷെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ര ഇംപ്രസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ താല്പര്യം വരുത്താനുള്ള ഒരു പ്രധാന കാരണക്കാരൻ ഷേക്സ്പിയറാണ്. അപ്പോൾ IAS പരീക്ഷ, അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ IAS പരീക്ഷയ്ക്ക് എഴുതാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ പരീക്ഷാ ഘടന അനുസരിച്ച് 3 ഓപ്ഷണൽ പേപ്പറുകൾ എടുക്കണമായിരുന്നു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്താൽ മതി. ഇപ്പോൾ 3 ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള അന്നത്തെ വ്യവസ്ഥയിൽ ഞാൻ കോളേജിൽ പഠിച്ച വിഷയം കെമിസ്ട്രിയാണ്. കെമിസ്ട്രി കോളേജിൽ പഠിച്ചിട്ട് സ്വാഭാവികമായിട്ടും അത് പഠിച്ച വിഷയം എന്നുള്ള നിലയ്ക്ക് അത് തിരഞ്ഞെടുത്തു. പിന്നെ പഠിക്കാൻ എളുപ്പമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും തിരഞ്ഞെടുത്തു. പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും തിരഞ്ഞെടുത്ത്, അങ്ങനെയാണ് ഞാൻ ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. ഇത് ഞാൻ പുസ്തകത്തിൽ കുറച്ച് ഈ ഓപ്ഷണൽ സബ്ജക്റ്റ്, ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് വായിക്കുന്ന ഈ സിവിൽ സർവീസ് ആസ്പയറൻസ് ആയിട്ടുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറേയേറെ ഈ പരീക്ഷാ തയ്യാറെടുപ്പിൽ ഞാൻ എങ്ങനെ ചെയ്തു, ഞാൻ കാണിച്ച അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യരുതായിരുന്നു, എന്തൊക്കെ ചെയ്താൽ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്ന ആരെങ്കിലുമൊക്കെ വായിച്ചാൽ പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ പുസ്തകം ഇങ്ങനെ, അപ്പോൾ ഈ എൻ്റെ തയ്യാറെടുപ്പ് അങ്ങനെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഞാൻ ഈ വായനയുടെ കാര്യം പറഞ്ഞു. അത് ഈ സർവീസിൽ കയറുന്നതിന് മുമ്പുള്ള വായനയായിരുന്നു കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരുമാതിരി പ്രധാനപ്പെട്ട ക്ലാസിക്സ്, അതുപോലെ മലയാളത്തിലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നോവലുകളും മറ്റ് സാഹിത്യകൃതികളും ഒക്കെ അന്ന് വായിച്ചു. പിന്നീട് ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം വായന വളരെ വളരെ കുറഞ്ഞു. വായന എൻ്റെ ജോലി വിഷയമായിട്ട്, സർക്കാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ രചനകൾ, അങ്ങനെയുള്ള അവയിലേക്ക് വായന ചുരുങ്ങി. അല്ലാതെ വായിച്ചിട്ടുള്ള ഒരു 2-3 എഴുത്തുകാർ മാത്രമേ ഉള്ളൂ. ഒന്ന് പഴയതാണ്, കുഞ്ചൻ നമ്പ്യാരാണ്. 2 VKN ആണ്. VKN സാഹിത്യം എന്താണെന്ന് വെച്ചാൽ, അത് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ കഠിനമായിട്ട് ജോലി ചെയ്ത് തളർന്ന് രാത്രി 11-12 മണിയാകുമ്പോൾ അങ്ങനെ ഇരിക്കും. ആ സമയത്ത് VKNൻ്റെ ഒരു കഥ എടുത്ത് ഒരു 3-4 പേജ് വായിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ ഒരു വായനയുടെ ഒരു പ്രാക്ടീസ് അതായിരുന്നു. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം അങ്ങനെ വായന, സർവീസിലിരിക്കുക വായന ചുരുങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ
കുറച്ചൊക്കെ വളരെ സെലക്റ്റീവായിട്ട്, ഇപ്പോൾ പഴയ പോലെ കണ്ടതെല്ലാം വായിക്കുന്ന ശീലമില്ല, സെലക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഇപ്പം നടത്താറുള്ളത്. കുറേയൊക്കെ സ്വാഭാവികമായിട്ടും ഈ പുസ്തകം എഴുതുമ്പോൾ ഇപ്പോൾ സമീപകാലത്തെ വായനയുടെ പോലും കുറേയൊക്കെ ഇമ്പാക്റ്റ് എടുത്ത് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഈ സർവീസിന് പിരിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആദ്യത്തെ 10 വർഷം ഇത് എഴുതുന്നില്ല, ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചപ്പോൾ ഇതിൽ ചില കാര്യങ്ങളെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇതേപ്പറ്റി, ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് എഴുതി വയ്ക്കാം എന്നൊന്ന് തീരുമാനിച്ചത്. പ്രത്യേകിച്ച് അതിനൊരു ഒരു പ്രോംപ്റ്റ് കിട്ടിയത് ഈ ഒരു കേരള പോളിസി എന്നും പറഞ്ഞിട്ട് ഒരു സമാഹാരം, കേരളത്തിൽ നിന്ന് കേരളവുമായി ബന്ധപ്പെട്ട റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുടെ ഒരു ലേഖനങ്ങളുടെ ഒരു സമാഹാരം തയ്യാറാക്കാൻ തീരുമാനിച്ചു. അത് ആക്ച്വലി ഇത് 23 ഒരുപക്ഷെ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. ഇത് അതിൻ്റെ റാൻഡം ഹൗസ് ആണെന്ന് തോന്നുന്നു പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു ലേഖനം എഴുതിയപ്പോൾ, ആ ലേഖനം എഴുതിയത് എൻ്റെ ഈ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തപ്പോൾ അന്ന് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, അതാണ് ഞാൻ എഴുതിയത്. എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സർവീസിൽ മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഗ്ലാമറുള്ള, അല്ലെങ്കിൽ ഏറ്റവും വിസിബിലിറ്റി ഉള്ള ജോലി ജില്ലാ കളക്ടറുടെ ജോലിയൊക്കെയാണ് എന്ന് പറയാമെങ്കിലും, ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളതും കഷ്ടപ്പെട്ടിട്ടുള്ളതും കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളതും ഈ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ കാര്യത്തിലാണ്. അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഈ ഭരണഘടനയുടെ 73-74 ഭേദഗതികൾ വന്നു. അപ്പോൾ അതനുസരിച്ച് ഓരോ സ്റ്റേറ്റും ഒരു വർഷത്തിനകം നിയമം മാറ്റി പുതിയ ഈ ത്രിതല പഞ്ചായത്തും മറ്റു സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ചുമതല മിക്കവാറൊക്കെ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ട ചുമതലയായിരുന്നു ഇത്. ഈ നിങ്ങളിലെ സർക്കാർ സർവീസിലുള്ളവർക്കറിയാം, ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ വളരെ വളരെ മോശമാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പൂർണ്ണമായിട്ട് അങ്ങനെ ഡിപ്പെൻഡബിളായിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു പുതിയ കാര്യങ്ങളിലൊന്നും ഒരു സപ്പോർട്ട് കിട്ടാൻ വലിയ പ്രയാസമാണ്. ജോലിയുടെ നല്ലൊരു ശതമാനം ഇതുപോലുള്ള ജോലികൾ തനിയേ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തതിൽ എനിക്ക് പരാതിയില്ല, ആക്ഷേപമില്ല. മാത്രമല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണിത്, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് മലയാളത്തിൽ, ആ കാലഘട്ടത്തിലെ മലയാളത്തിലെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ കുറച്ച് ജനറലായി പോകും. മലയാളത്തിലാക്കിയാൽ പ്രാദേശിക രാഷ്ട്രീയം ഉൾപ്പെടെ ജനങ്ങൾക്ക് പരിചയമുള്ള നേതാക്കന്മാരുടെ പേരുകൾ ഉൾപ്പെടെ ചേർത്തിട്ട് വായനായോഗ്യമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ടാണ് അന്ന് ഇത് ആദ്യം എഴുതിയ ചാപ്റ്റർ അതാണ്, മലയാളത്തിൽ ആ ഒരു ചാപ്റ്റർ എഴുതി. അത് കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്ത മറ്റൊരു കാര്യം, ഇന്ന് സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും ചലനമുണ്ടാക്കിയ ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയാൽ, ഇത് സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീ വഹിച്ച പങ്കാണ്. അപ്പോൾ ഈ കുടുംബശ്രീക്ക് ഒരുപാട് അവകാശികളുണ്ട്. ആര് ഇതിന് തുടക്കമിട്ടു എന്നൊക്കെ പറഞ്ഞ് സർക്കാർ സർവീസ് തന്നെ ഒരുപാട് അവകാശികളുണ്ട്. ഒരുപാട് അവകാശികളുള്ളപ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തണമല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ തുടക്കം, അത് എൻ്റെ ആദ്യത്തെ ഉത്തരവ് എൻ്റെ വകുപ്പ് മന്ത്രി പോലും കാണാതെ ഞാൻ കൊടുത്ത ഉത്തരവാണ്. അതായത് ഈ അയൽക്കൂട്ടങ്ങൾ, പിന്നെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു മുനിസിപ്പാലിറ്റിയിൽ, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഘടനയുണ്ടാക്കി ആദ്യമായിട്ട് ചെയ്തു. എന്നിട്ട് അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലേക്കും അത് എക്സ്പാൻഡ് ചെയ്തു. അതും കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ല, കാരണം ഏറ്റവും ഒരുപക്ഷെ സ്ത്രീ ശാക്തീകരണം ഏറ്റവും ആവശ്യമുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ലയിലേക്ക് അത് മുഴുവൻ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചരിത്രം, അതിൻ്റെ കുടുംബശ്രീ എന്നുള്ള പേര് പിന്നെയാണ് വന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് 96 കാലഘട്ടത്തിലാണ്, 1996 കാലഘട്ടത്തിലാണ് നടന്നത്. ഇലക്ഷൻ നടന്നു, ഇടത് LDF ഗവൺമെൻറ് വന്നു. LDF ഗവൺമെൻറ് ഇതൊരു വലിയ ഒരു സോഷ്യൽ ചേഞ്ചിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടത് ഏറ്റെടുത്തു. കുടുംബശ്രീ എന്നുള്ള ഒരു മനോഹരമായ പേരും കൊടുത്ത് ഇത് അങ്ങ് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചു.
അതിൻ്റെ ഉദ്ഘാടനം പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്കറിയാം. ഈ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് അതിൻ്റെ ഉദ്ഘാടനം മലപ്പുറത്ത് വെച്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ മറ്റ് പല വകുപ്പുകളിലും ചെയ്ത കാര്യങ്ങൾ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഈ ഭരണം എങ്ങനെ നടക്കുന്നു, ഭരണത്തിൽ ഈ ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രിമാരുണ്ട്, ഈ താഴെയുള്ള ഫീൽഡിലെ ഉദ്യോഗസ്ഥരുണ്ട്, ഈ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഭരണ പരിപാടി നടക്കുക എന്നുള്ളതിനെ പറ്റി പൊതുജനങ്ങൾക്ക് വലിയ അറിവ് ഇല്ല. അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ ഒരു എന്താണ് ഒരു ഒബ്ലിഗേഷൻ നമുക്കുണ്ട് എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ എഴുതിയത്. വേണമെങ്കിൽ ഒരു ത്യാഗമെന്ന് തന്നെ പറയാം. എൻ്റെ ഞാൻ സ്വയം ഈ കുറച്ചു കാലം മുമ്പ് വരെ ഈ ഭരണഭാഷ മലയാളം എന്നുള്ളതൊന്നും വലിയ ഇതായിരുന്നില്ല, വളരെ സ്ട്രിക്റ്റ് പ്രാക്ടീസ് ഒന്നും ആയിരുന്നില്ല. ഫയലുകളൊക്കെ ഞാൻ കേരള സെക്രട്ടേറിയറ്റിലൊക്കെ കൈകാര്യം ചെയ്ത ഫയലുകളൊക്കെ അധികവും ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഈ പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടെയുള്ള ഫയലുകളൊക്കെ ഇംഗ്ലീഷിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേന്ദ്ര സർവീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇംഗ്ലീഷായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് ഹിന്ദിയിലൊന്നും എഴുതേണ്ടി വന്നിട്ടില്ല. അത് എഴുതേണ്ടി വന്നാൽ ഒരുപക്ഷെ എഴുതിയേനെ, പക്ഷേ ഇംഗ്ലീഷ് കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റി. ഇംഗ്ലീഷ് ഈ ഹിന്ദി ഞാൻ അത്ര മോശമായിരുന്നില്ല, പക്ഷേ ഈ SLC പരീക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് ഹിന്ദിക്കായിരുന്നു. പക്ഷേ ഈ മസൂറി IAS അക്കാഡമിയിൽ നോൺ ഹിന്ദി സ്റ്റേറ്റ്സിനുള്ളവർക്കുള്ള ഹിന്ദി പരീക്ഷയിൽ എനിക്കായിരുന്നു ഏറ്റവും ഉയർന്ന മാർക്ക്. അതിൻ്റെ സംഭവം ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം അതിൽ ഓറൽ ഉള്ള ഭാഗത്ത് പകുതിയും മലയാളം വാക്കുകൾ, സംസ്കൃതീകരിച്ച മലയാള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ജോഷി മാഷ് പറഞ്ഞു, സാർ ആപ്കാ ഹിന്ദി ബഹുത് സാഫ് ഹിന്ദി ഹൈ, സാൻസ്ക്രിറ്റ് കാ ഇൻഫ്ലുവൻസ് ബഹുത് ഹൈ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ജോലി മുഴുവൻ ഇംഗ്ലീഷിൽ ചെയ്തു. മലയാളത്തിൽ എഴുതുന്ന ശീലം വർഷങ്ങളായിട്ട് ഇല്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വയം തയ്യാറാക്കേണ്ടത്, കാരണം ഇത് ഈ എഴുതുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എൻ്റെ വലിയൊരു സാക്രിഫൈസ് എനിക്ക് ഇപ്പോഴും ഇത് എഴുതി തീർന്ന എൻ്റെ ഈ വലത് ചൂണ്ടുവിരലിൻ്റെ വേദനയും വലത് കൈമുട്ടിൻ്റെ വേദനയും ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ പതുക്കെ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കാരണം അത്ര അധ്വാനം ഉണ്ടായിരുന്നു ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. വാസ്തവത്തിൽ തയ്യാറാക്കുമ്പോൾ ഇത്രയും പേജുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ എഴുതി വന്നപ്പോൾ അങ്ങനെ അത്രയും പേജുകൾ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് വായനായോഗ്യമാണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് വായിച്ചതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയേണ്ടതല്ല. അത് പക്ഷെ മനസ്സിൽ തോന്നിയ കാര്യം ഇതാണ്. ഒന്ന്, ഈ സിവിൽ സർവീസ് മോഹികളുണ്ടല്ലോ, ആദ്യത് ഈ രാജ്യത്ത് ഒരു ചെറുപ്പക്കാരിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയർ സിവിൽ സർവീസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് ഒരു വെറും കരിയർ എന്ന് കാണാതെ അതിനോടൊരു ആഭിമുഖ്യം, ഇത്തിരി സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ചെറുപ്പക്കാർ ഇത് ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി ഇതിലോട്ട് വരികയാണെങ്കിൽ അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ഇവിടെ കയറിയാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ചലഞ്ചസ് എന്താണ്, ഏതുമാതിരി സിറ്റുവേഷൻസിൽ കൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ മാതിരി കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറേയേറെ പ്രായോഗിക അറിവ് കിട്ടാൻ ഈ പുസ്തകം സഹായിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചായത്ത് രാജ് നിയമനിർമ്മാണം, ഈ നിയമനിർമ്മാണത്തിൽ കൂടെ കടന്നുപോയ വഴികളിൽ നോക്കിയാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ മന്ത്രിമാരുടെ ഒക്കെ തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് അതെങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, വാസ്തവത്തിൽ ഇത് പൊതുരംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇത് വായിക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങളിൽ കുറേ അറിവ് കൊടുക്കാൻ സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ നമ്മുടെ രാജ്യത്തെ ഈ സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടായി, നിയമങ്ങൾ എങ്ങനെ ഉണ്ടായി, സ്ഥാപനങ്ങൾ എങ്ങനെ ഉണ്ടായി, കാരണം ഇതൊക്കെ എവിടെയെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കമ്പൽഷൻ മൂലം, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ കമ്പൽഷൻ മൂലം വരും. പക്ഷെ അല്ലാതെ ഇനിഷ്യേറ്റീവിൽ വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വ്യവസായ വകുപ്പിൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, ഈ എല്ലാവരും പറയുന്ന ഒന്നാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ്. മിക്ക സംസ്ഥാനങ്ങളിലും ഒരു നിയമം ആക്ച്വലി ഉണ്ടായിരുന്നില്ല. കേരളമാണ് ആദ്യമായിട്ട്
1999 ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നൊരു നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഞാൻ എന്താണ് ഒരു നാഷണൽ ലോ സ്കൂൾ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച് നോക്കിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് വഴങ്ങുന്നില്ല, തയ്യാറാവുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ തന്നെ സ്വന്തമായിട്ടൊരു ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ലോ സ്കൂള് നമുക്ക് സ്ഥാപിക്കണം എന്നുള്ള തീരുമാനത്തോടെയാണ് ഈ ന്യൂവാൽസ് എന്നിപ്പോൾ അറിയപ്പെടുന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇതെങ്ങനെ ഉണ്ടായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി, ഗവൺമെന്റിനകത്ത് ഇനിഷ്യേറ്റീവിന് സ്കോപ്പ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ നികുതി കൊടുക്കുന്ന ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ആണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചത്. അപ്പോൾ ഒരു സർവീസ് സ്റ്റോറി ആയിട്ടാണ് ഞാനിത് എഴുതിയത്. സർവീസ് സ്റ്റോറി ഏതാണ്ട് പൂർണ്ണമായപ്പോൾ മനസ്സിൽ തോന്നി ഇത് എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും കൂടെ ചേർത്തില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല എന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് കുറച്ച്, അതുപോലെ കുടുംബ കഥയും മറ്റുമൊക്കെ കുറച്ച് ഒരു അധികം വിസ്തരിച്ചിട്ടില്ലെങ്കിലും ഈ പുസ്തകത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ചേർക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ സർവീസ് സ്റ്റോറിയിൽ തുടങ്ങി വേണമെങ്കിൽ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയാവുന്ന അവസാന ഭാഗം ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. പിന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഈ എഗെയിൻ സർവീസ് സ്റ്റോറി. അത് അധികം ആർക്കും ഇല്ലെങ്കിലും എനിക്ക് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ പിതാവ് സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സിവിൽ സർവീസും രാഷ്ട്രീയ ബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം അത് പറയാതിരുന്നാൽ ഈ പുസ്തകം പൂർണ്ണമാവില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അതിന് ഞാൻ അവസാനത്തെ അധ്യായം അതിനുവേണ്ടി മാറ്റിവെച്ചത്. അപ്പം അങ്ങനെ ഈ പുസ്തകം തയ്യാറായി, അത് പ്രസിദ്ധീകരണത്തിന് വന്നു. ഇപ്പോൾ കുറേ വായനക്കാർ ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചു എന്ന് അറിയുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഫോൺ കോൾസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ റിവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് പരീത് ബാവ ഖാൻ. അപ്പോൾ പരീത് ബാവ ഖാൻ ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഫസ്റ്റ് റിവ്യൂ, പക്ഷെ അദ്ദേഹത്തെ പറ്റി എനിക്ക് എൻ്റെ പുസ്തകത്തിൽ എഴുതാതിരിക്കാൻ ഒക്കുകയില്ലായിരുന്നു. കാരണം ഞാൻ കോട്ടയം കളക്ടറായിരുന്നപ്പോൾ എൻ്റെ ജില്ലയിലെ എൻ്റെ അസസ്മെൻറ്റിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അന്നത്തെ വിശേഷ പരിപാടികളിലൊക്കെ ഈ കടുത്തുരുത്തി ബ്ലോക്കിന് ആ വിശേഷ പരിപാടികളിലൊക്കെ പ്രത്യേക പ്രാധാന്യം കൊടുത്ത് അവിടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പരീത് ബാവ ഖാൻ ഇവിടെ ഉള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിർത്താം. 10 മണിയാകുന്നില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിർത്താം. ഇനി പിന്നീട് ഇന്ററാക്റ്റീവായിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറുമാണ്. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് എഴുത്തുകാരന്റെ ഒരു പ്രാഗൽഭ്യത്തോടെ തന്നെ ഓരോ വാക്കുകളെ ശ്രദ്ധാപൂർവ്വം അടുക്കിപ്പറക്കി പറയുകയുണ്ടായി. കേൾക്കാൻ രസകരം. അപ്പൊ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാല് ഇവിടുത്തെ നമ്മുടെ സിവിൽ സർവീസിലെ ഉന്നത ഓഫീസർമാരെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് തിരിയണമെന്ന് തോന്നുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് പലരും എന്തുകൊണ്ട് കേരളം വിട്ടു, ഇതിനകത്ത് നല്ല ക്ലാസ് കിട്ടാത്തതും കൂടെയാണ്. ഇപ്പൊ അങ്ങയുടെ സംസാരം കേട്ടപ്പോ അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരുപാട് പേര് വളരെ പ്രഗത്ഭന്മാരുണ്ട്. പക്ഷെ ഇവരൊന്നും ആ ലെവലിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നവരെ. ഇപ്പം പ്രൊഫസർ പ്രാക്ടീസ് UGC തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായിരുന്നു. അപ്പൊ ഇനി പുസ്തകത്തെ കുറിച്ച് പറയാനായിട്ട് പരീത് സാറിനെ ക്ഷണിക്കുകയാണ്. സാറിനെ ഈ പറഞ്ഞ നമുക്കറിയാം സാറിന്റെ പൊട്ടൻഷ്യൽ വരാം. അതുകൊണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് പരീത് സാറ്. സാറേ ആദരപൂർവ്വം ക്ഷണിക്കും സാർ, പ്ലീസ്. ക്യാമറയിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും സാർ, കാണാം. കേൾക്കാമല്ലോ. താങ്ക് യു. ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ, മറ്റ് സുഹൃത്തുക്കളെ, എന്നെ ജോലി പകുതി കുറഞ്ഞു. എന്നുവെച്ചാൽ മോഹൻദാസ് സാർ പറയാത്ത കാര്യങ്ങളൊന്നും തന്നെ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട പറയുമ്പടി ഇല്ല. അദ്ദേഹം കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ഇതിൽ വ്യക്തമാണ്. ഞാനും അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് മോഹൻദാസ് സാർ. ഞങ്ങളൊന്നിച്ച് കമ്പനിയിൽ കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. ഒരു IAS ഓഫീസർ എന്നുള്ള രീതിയിൽ
ഈ പ്രത്യേകിച്ച് കവർ സ്റ്റോറികളിൽ മിക്കവാറും നമ്മൾ വായിച്ചാൽ അതിൽ പൊങ്ങച്ചം ഉണ്ടാവും. പിന്നെ ആവശ്യമില്ലാത്ത ക്രെഡിറ്റുകൾ എല്ലാവരും ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വരി പോലും കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കവർ സ്റ്റോറി. ഞാൻ ഉടനെ എനിക്കിത് അറിഞ്ഞ ഉടനെ എനിക്ക് കിട്ടി ഞാൻ വായിച്ചതിൻ്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ സാർ പറഞ്ഞ പോലെ ഞാൻ ഇട്ടിരുന്നു. അദ്ദേഹത്തിന് അത് സന്തോഷമുണ്ട്. എനിക്ക് അതിൽ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു കടമയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയതിൽ പിന്നെ എൻ്റെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ഭയങ്കരമാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിൻ്റെ മെത്തഡോളജി ഞാൻ വളരെയധികം പഠിച്ച അദ്ദേഹത്തിനോടാണ്. അതായത് വാദിയും പ്രതിയും എന്നാൽ രണ്ടുപേർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും കാണുക. ആ രീതിയിലാണ്. ഞാനിത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ 15 വർഷം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പല വകുപ്പുകൾ ഇപ്പം പറഞ്ഞിട്ട് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഇൻഡസ്ട്രീസ്, പല വകുപ്പുകളിൽ ഇരുന്നപ്പോഴും ഒരാവശ്യം വന്നാൽ ഒരു അഡ്വൈസ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു മണ്ടേൽ സാർ. പിന്നെ GK പിള്ളി സാർ ഉണ്ടായിരുന്നു, ലളിതാംബിക മാഡം ഉണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് കയറി ഏത് സമയത്തും ആളെ ഇരുന്നാൽ പോലും എനിക്ക് കയറിയ ചേംബറിൽ കയറി ചോദിക്കാം, ഇന്നതാണ് ഇഷ്യൂ, ഇതാണ് കറക്റ്റായിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഉത്തരം എനിക്ക് തരുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ ഇത് പറയുമ്പോഴേ പിന്നെ നമ്മുടെ വായന ദിനം അല്ലെങ്കിൽ ബുക്ക് ഡേ, നാഷണൽ ബുക്ക് ഡേ എന്ന് പറയുന്നത് യുനെസ്കോ ആണ് റിക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഏപ്രിൽ 23 തിരഞ്ഞെടുത്തത്. അതിൽ ഈ 2 മഹാരഥന്മാരുടെ ചരമദിനം ഒരേ ദിവസം വരികയും ആ ദിവസമാണ് ശരിക്കും പുസ്തക ദിനമായിട്ട് നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എഴുത്തുകാരെ ശരിക്കും ബഹുമാനിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. വളരെ ആപ്റ്റായിട്ട് നമ്മുടെ മനോജ് ഇക്കാര്യത്തിൽ പിന്നെ ഒരു മാതൃക കാണിച്ചു. എന്നോട് പറഞ്ഞതുപോലെ ഞാനിത് ജിൻഡൽക്കർ സാറിൻ്റെ അവിടെ പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയാം. പറഞ്ഞപ്പോഴേ നമുക്കൊന്ന് ഇവിടെ ഈ 23-ാം തീയതിയുടെ പുസ്തകത്തിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിക്കാം, അദ്ദേഹത്തിന് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞ ഉടനെ അദ്ദേഹം സമ്മതിച്ചു. ഞാനിന്ന് മാനേജരോട് പറഞ്ഞു നേരിട്ട് പോയി കണ്ട് നിങ്ങളുടെ സമയം മറ്റവർക്ക് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ സരസമായിട്ടും വളരെ ലളിതമായിട്ടും അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ചാപ്റ്റർ വൈസായിട്ട് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ലാസ്റ്റ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ റൂൾസും അതിൻ്റെ ഫങ്ഷനിങ്ങും വളരെ സ്വന്തമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കിയതാണെന്നുള്ളത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനായിട്ട് വേറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അത് കുടുംബശ്രീയുടെ ക്രെഡിറ്റ് അടിക്കാനായിട്ടും എല്ലാം ആൾക്കാരുണ്ട്, എനിക്കറിയാം. എന്നാൽ പോലും അദ്ദേഹം അതൊന്നും ക്രെഡിറ്റിന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല, പറയുന്നുമില്ല. ഈ പുസ്തകത്തിൽ എഴുതിയപ്പോഴേ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ പല മിനിസ്റ്റേഴ്സ്, എനിക്കറിയാവുന്ന പല സത്യസന്ധരായ മിനിസ്റ്റർമാരൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ ഏബിളാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഏത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം പൂർണ്ണമായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും കാര്യങ്ങൾ നടത്തും എന്ന് അവർ പലരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മമ്മൂട്ടി സാർ പോലെ ഉള്ള ആൾക്കാർ മരിച്ചുപോയി. അങ്ങനെ പല ആൾക്കാരും എന്നോട് തോന്നിയപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് കോട്ടയത്ത് വെച്ച് എനിക്ക് നല്ലതായിട്ട് അദ്ദേഹത്തെ കാണാപ്പാടമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ഒരു വക്രതയൊന്നുമില്ല. അദ്ദേഹം വളരെ തെളിച്ചാണ് ഇത് എഴുതി. ഇത് പുസ്തകം വായിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ 34 ഉള്ളടക്കമുള്ളത് ഓരോന്നും ശരിക്കും പറഞ്ഞാൽ വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു എസ്കലേറ്ററിൽ കയറി പോകുന്നത് പോലെ തോന്നും. ഈ പേരും ഒരു ക്ലാസിക്കൽ പേര് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ താഴെ നിന്നിട്ട് നമ്മൾ കയറിയാൽ മുകളിൽ വരെ പൊക്കോളും എന്നുള്ളതാണ്. അതേസമയത്ത് അതിന് വേറൊരു വളരെ കോഷ്യസ് ആയിട്ടുള്ള സംഗതി ഉണ്ട്. അത് എസ്കലേറ്റർ ചിലപ്പോൾ നിന്നു പോകാം, നമ്മൾ ശരിക്കും പിടിച്ചു നിന്ന് ചിലപ്പോൾ തെറിച്ചു പോകും. പിന്നെ നിന്നു പോവുകയോ കേടാവുകയോ ചെയ്താൽ പിന്നെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാരമെല്ലാം കണ്ട് ചുമന്ന് കയറി മുകളിലോട്ട് എത്തണം. ഇങ്ങനെയാണ് എസ്കലേറ്റർ. ശരിക്കും ഈ ഗവൺമെൻറ് സർവീസിലെ സംഗതി ആ പേര് ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഈ എസ്കലേറ്റർ എന്നുള്ള പേര് അതാണ് ശരിക്കും എസ്കലേറ്ററിൻ്റെ ശരിക്കുള്ള സംഗതി സംഭവിച്ചത്. അത് ആ രീതിയിലാണ് ആ എഴുത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫ്ലോ നമ്മൾ നോക്കിയാൽ ഓരോ ചാപ്റ്ററിൽ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ നമുക്കറിയാൻ പറ്റും. പല കാര്യങ്ങളിലും
അദ്ദേഹം എടുത്ത എഫർട്ടുകൾ എന്താണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നും പിന്നീടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളതും അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതുമൊക്കെ വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഇതിൽ ചാപ്റ്റർ വൈസായിട്ട് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് മാനേജറിനോട് പറഞ്ഞ് ചാപ്റ്റർ വൈസായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തർ ഈ പുസ്തകം വായിക്കണം. വായിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഒരു സർവീസിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും റിട്ടയർ ചെയ്ത ഒരാളാണെങ്കിലും സർവീസിലേക്ക് വരാൻ പോകുന്ന ഒരാളാണെങ്കിലും ഈ പുസ്തകം വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കാണിച്ചു. എൻ്റെ പേരുള്ളത് കൊണ്ടല്ല, എല്ലാവർക്കും ഉള്ള എൻ്റെ വൈഫിനുമൊക്കെ എന്താ സാറിന് നേരിട്ട് അറിയാം. കോട്ടയത്തിരിക്കുമ്പോൾ അത്ര അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട്. അപ്പം അതിൽ എല്ലാവരും വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ IFPHലുള്ള എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളതാണ്, ഈ നമ്മുടെ റിവ്യൂ ഒന്നും കാണണ്ട, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് വരിക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പറയാനുള്ളതിൽ കൂടുതലും കംപ്ലീറ്റ് മോൻ്റെ സാർ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇതിൽ നമ്മുടെ കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിക്കാതെ വളർന്നാൽ അത് വിളയും. അതുപോലെ വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വിളയുന്ന സാധനമാണ്. വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ ചാപ്റ്ററിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ചാപ്റ്ററിൽ ഒക്കെ സാർ അത് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ തദ്ദേശ സംവരണ വകുപ്പിൻ്റെ ആ സ്ട്രക്ചറും ഫങ്ഷനും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ ആത്മാർത്ഥതയും അതിലുള്ള എഫേർട്ട് നമുക്ക് അതിനകത്ത് ആ ആക്ട് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുമായിട്ടൊക്കെ ഉള്ളത് കാരണം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്തായിരുന്നു എന്നും ഇപ്പോൾ ഈ സ്ട്രക്ചർ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ പവർ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും എന്നൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഓർത്തിരുന്ന എന്തോ ഒരു സ്വർഗത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്, ഇതൊന്നും ആരും ഉണ്ടാക്കിയതൊന്നും അല്ല എന്നുള്ള മട്ടിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എഫർട്ട് ഭയങ്കരമാണ്. അതുപോലെ ഈ പവർ സ്ട്രക്ചറിൽ നിന്നും ഇത് അടർത്തിയെടുത്ത് താഴത്തേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമില്ല. നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, പൊളിറ്റിക്കലായിട്ടുള്ള ഇതൊക്കെ നമ്മൾ നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും. പവർ ഇട്ട് കൊടുക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് സാധിച്ചെടുത്തു എന്നുള്ളതും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഈ കേന്ദ്ര സർവീസിൽ ഇദ്ദേഹം പോയപ്പോൾ കേന്ദ്ര സർവീസിൽ എന്തെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഷിപ്പിംഗ് ആൻഡ് അതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയെന്നുള്ളൂ. അതിന് മുമ്പും അതിന് അഡീഷണൽ ആയിട്ടിരുന്ന കാര്യങ്ങളുമൊക്കെ അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ ആലോചിക്കുകയാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഇവിടുത്തെ കാര്യങ്ങൾ പല വകുപ്പുകളും, വ്യവസായ വകുപ്പെന്നോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നോ എന്ന് മാത്രമല്ല, വൈസ് ചാൻസലറുടെ ചാർജ് വരെ അദ്ദേഹത്തിന് പിന്നെ വഹിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ വെറൈറ്റി ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ്, അതിനുള്ള ക്രെഡിറ്റ് ഒന്നും എടുക്കാനോ ഈ കവർ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ അറിയാൻ പറ്റും, യാതൊരു രീതിയിലും ഇതിൻ്റെ ഒരു പൊങ്ങച്ചടിക്കാൻ എന്നുള്ള പരിപാടിയൊന്നുമില്ല. പല കവർ സ്റ്റോറീസും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ദിനേശ് ശർമ്മ എൻ്റെ കൂടെ IAS ട്രെയിനി ആയിട്ട് ഉണ്ടായിരുന്നു ഏറ്റുമാനൂർ ക്ലോക്കിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ യന്ത്രം എന്നുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ട് മലയാളം രാവിലെ വരുമ്പോൾ എൻ്റെ മെയിൻ പണിയാടി അതിന് അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ പല കവർ സ്റ്റോറീസും വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില ഏരിയാസൊക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ എനിക്കറിയാം, അപ്പോഴാണ് എനിക്ക് ആ ഇൻട്രസ്റ്റ് വന്നത്. മലയാറ്റ രാമകൃഷ്ണൻ്റെ യന്ത്രം കണ്ടപ്പോഴാണ് ഈ കവർ സ്റ്റോറിയിലുള്ള ഇൻട്രസ്റ്റ് വന്നത്. ശരിക്കും കവർ സ്റ്റോറി ഉണ്ടെങ്കിൽ മിക്കവാറും ഒക്കെ ഞാൻ കവർ ചെയ്യാൻ വായിക്കാൻ നോക്കുമായിരുന്നു. അതുപോലെ ഇത് വളരെ എനിക്ക് തോന്നുന്നത് നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൽ വെച്ചുകൊണ്ട് മുഖസ്തുതിക്ക് പറയുന്നതല്ല, എന്നാൽ ഞാനത് ഇൻവോൾവ് ആയ ഒരു കാര്യം, കോട്ടയത്തെ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. അത് എഴുതിയിരിക്കുന്നതിൻ്റെ പിന്നെ ആത്മാർത്ഥതയും സുതാര്യതയും അതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ വായിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന നൊസ്റ്റാൾജിയ വളരെ അധികം കീഴടക്കി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ
കല്ലറയിലെ രാമോത്സവം നടത്തിയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വിട്ടുപോകാതെ, എനിക്ക് പോലും വിട്ടുപോയ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ കോട്ടയംകാരനായിരുന്നെങ്കിൽ പോലും ഇതിൽ പലതും ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് ഇത് വായിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൂടുതൽ ഞാൻ പ്രശംസിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും പ്രശംസിക്കാതെ ഇരിക്കുന്നത് തെറ്റ് തന്നെയാണ്. വളരെ ഈ കൈക്കൊക്കെ വേദന ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹം കംപ്ലീറ്റ് തന്നെത്താനെ അത് എന്നോട് പറഞ്ഞിരുന്നു. തന്നെത്താനെയാണ് എഴുതിയത്, കൈകൊണ്ട് എഴുതി ഇതാക്കിയിട്ടാണ് ഇത് പ്രിന്റിങ്ങിന് കൊടുത്തത്. അല്ല വേറൊരാളെ ടൈപ്പ് ചെയ്യാൻ വേറൊരാളെ കൂട്ടുകയോ വേറൊരാളെ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും പേജുകൾ എഴുതി കൂട്ടണമെന്ന് നമുക്ക് എന്തായാലും സ്ഥിതിയൊന്നും ആലോചിച്ച് എനിക്കാണെങ്കിൽ ഈ മലയാളത്തിൽ എഴുതുക എന്നുള്ള വലിയൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉള്ളത് പറഞ്ഞാൽ. ഇംഗ്ലീഷാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അത് മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഈ കൂടുതൽ എഴുതാൻ പറ്റുന്നില്ല. സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. എഴുതുമ്പോഴത്തേക്ക് വാക്കുകളൊക്കെ ചിലപ്പം തിരിഞ്ഞു പറഞ്ഞു പോകും. ഇപ്പം ഞാൻ വായിക്കുകയാണെങ്കിൽ ചിലപ്പം മനോജ് കയറി അതിനകത്തേക്ക് പറഞ്ഞാൽ അതിൻ്റെ സംസ്കൃതമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഇതാണ് മലയാളത്തിൽ പറയാനുള്ളത്. പക്ഷേ അത് നന്നായിട്ട് മലയാളം ലാംഗ്വേജ് നന്നായിട്ടത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ മലയാളത്തിൽ ഫയൽ എഴുതുന്ന കാര്യത്തിൽ ഞാൻ വളരെ പൂറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എല്ലാം ഇംഗ്ലീഷിലാണ് ഞാനുള്ളപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ മലയാളത്തിൽ അദ്ദേഹം നന്നായിട്ട് എഴുതിയിരുന്നു എന്നുള്ളതിന് തർക്കമില്ല, ഇത്രയും നന്നായിട്ട് എഴുതിയപ്പോഴും. പിന്നെ ഈ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് അദ്ദേഹം ഫെബ്രുവരി 28-നാണ് റിട്ടയർ ചെയ്യുന്നത്, 2012. അതിനുശേഷം അദ്ദേഹം ഈ റിട്ടയർ ചെയ്തതിനു ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പേ കമ്മീഷൻ്റെ ഒരു ചാർജ് ഉണ്ടായിരുന്നു. പേ കമ്മീഷൻ വളരെ ഭംഗിയായിട്ട് ആ ചുമതല നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലാണ് ശരിക്കും എൻ്റെ പേ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നത്. ഇങ്ങനെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരുന്നത്. ആ കവർ സ്റ്റോറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ഈ ഭാവിയിൽ പഠിക്കാനുള്ള ആൾക്കാർക്ക്, അതായത് ഇതൊരു പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രയോജനകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിലിനിയും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. മോഹൻദാസ് സാർ പറഞ്ഞ പോലെ ഇൻട്രാക്ഷൻസ് നടത്തുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അതിനകത്ത് ഞാൻ തയ്യാറാണ്. ഐ വിൽ ബി ദയർ. അതിനകത്ത് പൂർണ്ണമായിട്ട് തീരുന്നതുവരെ ഞാൻ ഉണ്ടായിരിക്കും. മോഹൻദാസ് സാർ ഉള്ളത് കാരണം ഞാൻ കൂടുതൽ പറയേണ്ടി വരത്തില്ല. അദ്ദേഹം തന്നെ അതിനുള്ള ആൻസറുകൾ പറയും. അതുകൊണ്ട് ഈ തൽക്കാലത്തേക്ക് എൻ്റെ വാക്കുകൾ ഒത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇത് കണ്ടുപിടിക്കുകയും നടത്തിക്കുകയും ചെയ്യുന്ന മനോജിനെ എത്ര പ്രശംസിച്ചാലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നോട് ചോദിക്കും, ഇങ്ങനെ ഒരാളിനെ കിട്ടുമോ, ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ്, നമുക്ക് ഇന്ന ദിവസം ഇന്നിടെയാണ്, ആരും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ വരെ അദ്ദേഹം കണ്ടുപിടിച്ച് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഞാൻ ധൈര്യമായിട്ട് മോഹൻദാസ് സാറിനോട് മനോജിനെ അയച്ചത്. അതുപോലെ പല കാര്യങ്ങൾ വരുമ്പോഴും ഞാനിങ്ങനെ ഏർപ്പാട് ചെയ്താൽ മനോജ് പോയി അത് നടത്തിയിരിക്കും. എനിക്ക് കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന അദ്ദേഹമാണ്. ഇതിലിപ്പം നമ്മുടെ പ്രസിഡന്റ് സേഠ് സാർ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. വീഡിയോ ഉണ്ടോയെന്നറിയില്ല. ഉണ്ട് സാർ, അദ്ദേഹം ഉണ്ട്. അല്ലേ? അദ്ദേഹം ഇതിൽ ഏറ്റവും ആത്മാർത്ഥത കാണിക്കുന്ന അദ്ദേഹം. അതുപോലെ നമ്മുടെ ഒരു സേട്ട് സാറേ, ഇത്രയും വർഷം, ഇത്രയും നാള് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള 2061 ദിവസം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഒരു വേൾഡ് റെക്കോർഡ് തന്നെയാണ്. മോഹൻദാസ് സാറിനോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു, ഇതിൽ പറയുന്ന എല്ലാ വീഡിയോകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അത് വീണ്ടും അനേകം പേർ ഇത് കാണുകയും അതിനുള്ള അഭിപ്രായം പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇതിലിപ്പോൾ ആൾക്കാർ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പോലും അതാണ് സംഭവിക്കുന്നത്. ഇതിലൊരു ഡെഡിക്കേറ്റഡ് ടീം IFPH-ലുണ്ട് സാർ. അതിനകത്ത് അത് കാണുന്ന ഇത്രയും ഈ 3 ലാംഗ്വേജിൽ, ഈ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, മലയാളം ഉണ്ട്, തമിഴ് തുടങ്ങിയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ ഈ ഹോമിയോയുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല ഇതിൻ്റെ ഡിസ്കഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ പുസ്തകം ദിനം, നീ നാളെ പിന്നെ വിജയൻ സാറിൻ്റെ ഒരു സെഷനുണ്ട്. ഇത് ജയത്രാജുമായിട്ട് ബന്ധപ്പെട്ട് ഹോമിയോപ്പതി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം അങ്ങനെ വളരെ വിപുല എഫർട്ടിന്, ഞാൻ പറയുന്നത് ഈ ടീം വർക്കിന് അങ്ങേയറ്റം സംവിധാനമാണ് ഈ ഫോറമാണിത്. അത് ഈ പുസ്തകം വായിക്കുന്ന ആണെങ്കിൽ ഈ ഫോറത്തിന് കുറച്ചുകൂടെ എംപവർമെന്റ് വരും. ഇപ്പം ഈ ഹ്യൂമൻ എംപവർമെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഹോമിയോയ്ക്ക് അത് എംപവർമെന്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും ബഹുമാനപ്പെട്ട മോഹൻദാസ് സാറിനും
നമ്മുടെ പ്രസിഡന്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി. ഇതിനൊരു അവസരം തന്നതിന് നന്ദി. താങ്ക് യു. ഓക്കെ സാർ, സാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന കോട്ടയത്തേക്ക് പോകാൻ സാറിന് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അത് മോഹൻദാസ് സാറിന്റെ ആ എഴുത്തിന്റെ ശക്തി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ ഈ വേദിയിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വേറെ ഒന്ന് രണ്ട് പേരുണ്ട്. അതിലൊന്നാണ് ജോസ് ഐസക് സാർ. അസൈഡ് സാർ സംസാരിക്കാമോ സാർ? ആ സാറിന്റെ സാന്നിധ്യം നന്ദി. ഓക്കെ സാർ. ജോസ് ഐസക് സാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വിദേശ ഡോക്ടർമാർ നമ്മുടെ കേരളത്തിൽ നേരത്തെ പറഞ്ഞത് റിവേഴ്സ് ട്രെയിനിങ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ധാരാളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഹോമിയോപ്പതി പഠിക്കാൻ വരുന്ന കാഴ്ച ജോസ് ഐസക് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കാണാം. സാറ് വിദേശികൾക്കായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. സാർ ജോസ് ഐസക് സംസാരിക്കാമോ സാർ? സംസാരിക്കാം. ഞാൻ പുസ്തകം എഴുതി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡിലോ പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഫീൽഡിലെ പുസ്തകം എഴുതിയേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും പുസ്തകത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം വേറെയാണ്. കാരണം പുസ്തകം പലപ്പോഴും പലരുടെയും പേഴ്സണാലിറ്റി ക്യാരക്ടറൊക്കെ ഫോം ചെയ്യുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കിപ്പോഴത്തെ തലമുറ അറിയില്ല, ഏതെങ്കിലും ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് വരെ പുസ്തകത്തിനുണ്ടായിരുന്ന പ്രാധാന്യം അതായിരുന്നു. രണ്ടാമതൊരു കാര്യം, നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരിൽ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും. അവർക്ക് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ അതിൻ്റെ കറക്റ്റ് വേർഡ്സ് ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന അവർക്കാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രാസംഗികര് നല്ല വായനക്കാരുമായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. ഇനിയും അത് എങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് ഏത് രീതി മാറുമെന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ വരികയാണ്. അപ്പോ എങ്കിൽ പോലും ഈ ഫീൽഡിൽ മോഹൻദാസ് സാറ് എന്ന് പറയുന്ന XIAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം IASകാരുടെ ഭാഗത്തു നിന്നുള്ള ബുക്കുകൾ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവര് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. പലപ്പോഴും അവർക്ക് അവരുടെ കണ്ണിൽ കൂടി കാര്യങ്ങളെ കാണാൻ പലപ്പോഴും അത് വളരെ സത്യസന്ധമായിരിക്കും എന്നുള്ളതാണ്. അപ്പോ കൂടുതലൊന്നും പറയാനില്ല, എനിക്കറിയൂല. ഓക്കെ സാർ. സാർ ഒരു പുസ്തകം ഡൈനാമിക്സ് ഹോമിയോപ്പതി അല്ലേ സാറേ? അതെ, ഡൈനാമിക്സ് ഓഫ് ഹോമിയോപ്പതി. സാറിന്റെ സ്റ്റുഡൻസിനായിട്ട് പഠിക്കാനായിട്ട് പുസ്തകം എഴുതി ആണ്. ഒരുപാട് വരുന്നുണ്ട്. രണ്ട് മൂന്ന് ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, സന്തോഷം, വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നന്ദി പറയാനുള്ള ഷാലു രാജൻ ഇപ്പൊ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, നിങ്ങൾക്കുമാകാം ഹീറോ എന്നൊരു പുസ്തകം അടുത്ത കാലത്ത് ആലുവേരത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഷാലു രാജൻ അൺമ്യൂട്ട് ചെയ്യാമോ? മോഹൻദാസ് സാറിന് ചോദിക്കാനുണ്ടോ? ഞാൻ സാറിന്റെ അദ്ദേഹം പറഞ്ഞതെല്ലാം കേൾക്കുകയായിരുന്നു. അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് സത്യത്തില് ഓരോ മനുഷ്യരുടെയും ജീവിത അനുഭവങ്ങളും ജീവിത യാത്രകളുമാണ്. അപ്പൊ അത് നമ്മളായിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണാടി തന്നെയാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഒരു നല്ല പുസ്തകത്തെ സംബന്ധിച്ച് നമ്മുടെ ചിന്തകളെ മാറ്റാം, അതിലെ ഒരു വാക്കിന് പോലും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ആശയം തന്നെ നമ്മുടെ ഭാവിയെ തന്നെ മാറ്റുന്നതായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഒരു പുസ്തകം വായിക്കാനായിട്ട് മാറ്റിവെച്ചാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതിപ്പോ നമ്മുടെ കരിയറുമായിട്ട് കണക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുത്ത് എന്ന് പറയുമ്പോഴേ ആ എഴുതിയ ആൾ, ഈ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പുസ്തകം എഴുതിയ ആളിന്റെ അത്രയുമുള്ള ഒരു മെന്റൽ കണ്ടീഷനിങ്ങിലേക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു വട്ടം വായിച്ചാൽ ചിലപ്പോൾ ചില പുസ്തകങ്ങൾ നമുക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥതലത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നാൽ ആ ഒരു പുസ്തകം വീണ്ടും രണ്ടാമതായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. അതായത് അതിന്റെ ഒരു കൂടുതൽ ഇൻസൈറ്റുകൾ നമുക്ക് അതിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാന് 2 ദിവസം മുൻപാണ് ഒരു പുസ്തകം എഴുതിയത്, നിങ്ങൾക്കുമാകാം ഹീറോ എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പൊ എന്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ കുട്ടിക്കാലം മുതലേ നല്ല രീതിയിൽ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് എന്താ പറയാ, ബാലരമ, ബാലഭൂമി, കളിക്കുടുക്ക, അതിൽ നിന്ന് തുടങ്ങി അങ്ങനെ അതൊക്കെ വായിച്ച് നല്ല രീതിയിൽ ഇമാജിനേഷൻ പവർ കൂട്ടാൻ കഴിഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ ജോസ് ഐസക് സാറ് പറഞ്ഞതുപോലെ ഈ പദസമ്പത്ത് അതൊക്കെ കൂട്ടാൻ എനിക്ക് കഴിഞ്ഞത് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ തന്നെയായിരുന്നു.
അപ്പോ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പുസ്തകങ്ങൾ എഴുതാൻ കഴിയും. കാരണം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കഥകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം കൂടുതൽ വായിക്കുക, വായിച്ചതിന് ശേഷം നമുക്കുള്ള അനുഭവങ്ങളെ പുസ്തകങ്ങളാക്കുക. തീർച്ചയായിട്ടും അത് ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. റീഡേഴ്സ് ആർ ലീഡേഴ്സ് എന്നാണ്. വായിക്കുന്നവർ വഴികാട്ടികളാകുന്നു എന്നാണ്. അപ്പൊ അതെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ. എന്തായാലും പദസമ്പത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞത് എഴുത്തച്ഛൻ തന്നെയാണ്. ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീയ പദാവലി തോന്നേണം കാലേ കാലേ. തീർച്ചയായിട്ടും അങ്ങേക്ക് ഉണ്ടാകും, അങ്ങനെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇനി സാറിനോട് സംസാരിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ചോദിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി, അങ്ങ് ഈ കൈവേദനയുടെ കാര്യം പറഞ്ഞ റൈറ്റേഴ്സ് ക്രാമ്പ്, എഴുതുന്നവർ കൈവേദനയുണ്ട്, ഹോമിയോപ്പതിയിൽ പറ്റിയ ഔഷധങ്ങളുണ്ട്. സാറിന്റെ അടുത്ത് തന്നെ പ്രഗത്ഭയായ ഡോക്ടറുണ്ട്, ഭാഗ്യലക്ഷ്മി ഡോക്ടറുണ്ട്. ഭാഗ്യലക്ഷ്മി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഇത് ആക്ച്വലി ഞാൻ ഇത് എഴുതുകയായിരുന്നില്ല. ഡോക്ടർ ഉണ്ടോ അവിടെ ഇതില്? ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് എഴുതുകയായിരുന്നില്ല, ഇത് ടൈപ്പ് ചെയ്യുകയായിരുന്നു. ആ. പക്ഷേ ഈ മലയാളം ടൈപ്പിംഗ് മംഗ്ലീഷ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചാണ് ടൈപ്പിംഗ് മുഴുവൻ ചെയ്തത്. ഈ ആ, അത് ഈ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ സ്മൂത്ത് ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകാൻ ഒക്കുകയില്ല. കാരണം പലപ്പോഴും കൂടുതൽ കറക്ഷൻസ് വേണ്ടി വരും ഓരോ വാക്കിനും. അപ്പൊ അങ്ങനെ നല്ല കഠിനാധ്വാനം വേണ്ടി വന്ന ഒരു ടൈപ്പിംഗ് പ്രക്രിയയാണ് ഇത് ചെയ്തത്. കാരണം ഈ കൈയെഴുത്താണെങ്കിൽ ഇത് കഴിയുമ്പോൾ എനിക്ക് പോലും തിരിച്ച് പിന്നെ വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൈയെഴുത്തിലേക്ക് കടന്നില്ല. എത്രയോ കാലങ്ങളായി എഴുതാറില്ലാത്തത് കൊണ്ട് ആ ഒരു സാഹസം കാണിച്ചില്ല. അപ്പോൾ ഇത് പിന്നെ ഈ ടൈപ്പ് റൈറ്റിങ്ങിന് സ്പീഡ് ഇല്ലാത്തതുകൊണ്ട്, ഈ ഓഫീസിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് എൻ്റെ PA ഒക്കെ ഈ 10 വിരലുകളും ഉപയോഗിച്ച് അവരങ്ങനെ സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ചൂണ്ടുവിരലുകൾ മാത്രം ഉപയോഗിച്ചുള്ള ടൈപ്പിംഗ് മാത്രമേ എനിക്ക് ഇപ്പോഴും സാധിക്കുള്ളൂ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഭാഗ്യലക്ഷ്മി ഡോക്ടറെ. കേൾക്കാമോ? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ പറ്റി കേട്ടു. ഞാനും ഒരു വായനക്കാരിയാണ്. പക്ഷെ സാറിന്റെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. വായനക്കാരി എന്ന് പറയാൻ അത്ര വലിയ വാസ്റ്റ് വായന ഇല്ലെങ്കിലും കുറെയൊക്കെ പുസ്തകങ്ങളും ഈ സാറ് പറഞ്ഞ പോലെ ഹൈസ്കൂൾ തലത്തിലെ വായന തുടങ്ങിയ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പൊ പക്ഷേ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ കാരണം വായന ഒരുപാട് മാറിയിരിക്കുന്നു. സാറിന്റെ പുസ്തകം ഞാൻ എടുത്ത് വായിക്കും തീർച്ചയായിട്ടും. അതൊന്ന് കേട്ടപ്പോൾ പരിതാപ് സാറിന്റെ ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. എന്തായാലും വായിക്കും. സാറിന്റെ കൈവേദന ഉണ്ടെങ്കിൽ സാർ ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഞാൻ മരുന്ന് തരാം. നമ്മുടെ ഹോമിയോ മെഡിസിൻ കൊണ്ട് ഈ വേദനയെല്ലാം വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. സാറ് വന്നാട്ടെ. ഞാൻ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഒരു 10 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ രാവിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ താഴെ ഒരു വീടിന്റെ മുമ്പിൽ ധാരാളം ആളുകൾ, കൂടുതലും കുട്ടികൾ ആയിട്ട് ആളുകൾ കാറുകൾ വരുന്നു, കുട്ടികളെ കൊണ്ടുവരുന്നു, അകത്തോട്ട് പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇത് ഡോക്ടർ ഭാഗ്യലക്ഷ്മി എന്ന ഹോമിയോ ഡോക്ടറുടെ ഇടമാണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. സാറ് ഇവിടെ ആർട്ടെ കല്യാണിയിലാണോ താമസം? അതെ ആണ്. അതെ. അപ്പൊ ഈ എന്റെ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോ കാണാവോ സാറിന്റെ സ്ഥലം എവിടെ? നമുക്കറിയാം. ഞങ്ങളുടെ സൈഡിലോട്ടുള്ള ബാൽക്കണിയിൽ നിൽക്കുമ്പോഴായിരിക്കും അല്ലേ? അതെ. സാറിന്റെ വീട് പടിഞ്ഞാറ് വശത്തോട്ടാണെന്ന് തോന്നുന്നു അല്ലേ സാറേ? പടിഞ്ഞാറ് വശത്തോട്ടാണ് വീട്. അല്ല, പടിഞ്ഞാറ് വശത്തോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അല്ലല്ല, റോഡ് സൈഡിലല്ല, നമ്മള് ഈ പടിഞ്ഞാറ് വശത്തായതുകൊണ്ട്. സാറിന്റെ വീടിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള ബിൽഡിംഗ് ആണ് എന്റേത്. അവിടെ നോക്കി ഇത് കാണുന്നത് എന്റെ ക്ലിനിക്ക്, എന്റെ വീടിന്റെ മുൻവശം ഇപ്പുറത്താ. അത് കാണാൻ പറ്റില്ല. വീടും ക്ലിനിക്കും കൂടെ ചേർന്നതാ. ക്ലിനിക്കില് എന്റെ സൈഡിൽ കാണുന്നത് സാറിന്റെ അവിടെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ സാറിന്റെ വീട് നന്നായിട്ട് കാണാൻ പറ്റും. അതെ. ഞാൻ ശ്രദ്ധിച്ചതാണ്, ഇങ്ങനെ ധാരാളം കാറുകൾ വരുന്നു, കുട്ടികളുമായിട്ട് പേരൻസ് ഇറങ്ങി പോകുന്നു. അങ്ങനെ ആ ഒരു ഇതാണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ചത്. സാറിന്റെ നെയ്ബേഴ്സ് ഒരു വിജയകുമാർ സാർ അറിയാമോ? HDFC-യിലൊക്കെ വർക്ക് ചെയ്യുന്നു, മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ തന്നെ ഉണ്ട്. അത് എനിക്ക് ഏതാ ഫ്ലാറ്റ് നമ്പർ ഒന്നും പറയാൻ അറിയില്ല. ആർട്ടെ കല്യാണിൽ തന്നെ ഉണ്ടതാ. അവരൊക്കെ സ്ഥിരം വരുന്നവരാ. ഞാൻ ചോദിക്കാം, സാറിനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാം. എന്തായാലും
അതെ, സാറിനെ അറിയാത്തവരാരും കാണില്ലല്ലോ തീർച്ചയായിട്ടും. അതെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ ഡോക്ടർ എന്തായാലും മകളെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മകളൊരു ഡോക്ടർ കാർത്തിക മോഹൻ എന്നൊരു ഡോക്ടറുണ്ട്, മീറ്റ് ആ ചെയ്തിട്ടുണ്ട്. അത് ഇതിലാണ് ഫീറ്റൽ മെഡിസിന്റെ ഡോക്ടറാണ്. അറിയില്ല. ഓക്കെ, പക്ഷെ കേട്ടിട്ടുണ്ട് എന്തോ ഒരു കേട്ടിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. അതെന്താന്ന് ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതെ. അപ്പം എന്തായാലും ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അറിയാം, അല്ലെങ്കിൽ സാറിനെ അറിയാം നഗരത്തിൽ നമ്മൾ തൊട്ടടുത്ത് താമസിച്ചിട്ടും പരിചയപ്പെടാറില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ. അല്ല, സാറിനെ അറിയാം, നന്നായിട്ട് അറിയാം. അപ്പൊ ഡോക്ടർ മനോജ് എനിക്ക് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. ഡോക്ടർ തീർച്ചയായിട്ടും അയച്ചുതരാം സാർ, അയച്ചുതരാം. അതെ. ഓക്കെ, താങ്ക് യു സാർ. അദ്ദേഹം എനിക്ക് തോന്നുന്നു വയലോപ്പള്ളി എഴുതിയ കവിതയാണ്, താഴത്തേക്ക് എന്ത് ഇത്ര സൂക്ഷിച്ച് നോക്കുന്നു താരങ്ങളെ നിങ്ങൾ നിശ്ചരായി. ഇപ്പം സാറ് നോക്കിയപ്പോഴാണ് ഭാഗ്യലക്ഷ്മി ഡോക്ടർ തിരക്കേണ്ടത്. സാറിന് താരം തന്നെയാണ്, അത് സംശയമില്ല. എന്തായാലും വളരെ പ്രഗത്ഭയായ ഡോക്ടറാണ്. വളരെ IFPHന്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഭാഗ്യലക്ഷ്മി ഡോക്ടർ. കാരണം ഒരുപാട് ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് സിനിമാ താരങ്ങളെയും പ്രഗത്ഭരെയൊക്കെ ഈ പറഞ്ഞ പരീസ് സാറിനെ പോലെ നമ്മളെ നിത്യവും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ഡോക്ടർ. നന്ദി ഡോക്ടറെ. താങ്ക് യു. ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തോട്ടെ. IFPH ശരിക്കും ഈ പറഞ്ഞ 2061 ദിവസം തുടർച്ചയായിട്ട് ഈ പരിപാടി നടത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അപ്പം അതിൻ്റെ അതിൻ്റെ ഏർപ്പാടുകാർ ആരായാലും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കാരണം ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഈ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഓൺ വേരിയസ് ഇഷ്യൂസ്. അപ്പോൾ ഈ പങ്കെടുക്കുന്നവരുടെ എന്താണ് ഈ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുക എന്നുള്ളത്, അത് ക്ലിഷേഡ് ലാംഗ്വേജ് വേണേൽ അങ്ങനെയും പറയാം. പക്ഷേ ആ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ നൽകുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും. അത് തന്നെ ഇന്റർഡിസിപ്ലിനറി, ഇൻട്രാഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി, ഇത് തന്നെയാണ് IFPHന്റെ കാഴ്ചപ്പാട്. കാരണം ഒരു ഡോക്ടറെ തലച്ചോറെന്നുള്ള വലിയൊരു തലച്ചോറായാലേ അദ്ദേഹത്തിന് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക് നന്ദി. പരിപാടി അവസാന സമയമാകുന്നു. ഷാലു രാജിനെ നന്ദി പറയണം. ഷാലു. ഗുഡ് ഈവനിങ് ഓൾ. IFPHന്റെ മലയാള വെബിനാറിന്റെ 2061 വെബിനാറിന്റെ പരിസമാപ്തിയിലേക്ക് നാം ഏവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നാം ലോക പുസ്തക ദിനം വളരെ മനോഹരമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വെബിനാറിൽ മുഖ്യാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് എത്രയും ആദരണീയനായിട്ടുള്ള ശ്രീ K. മോഹൻദാസ് സാറാണ്. അദ്ദേഹം എഴുതിയ IAS എസ്കലേറ്റർ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും യാത്രകളും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്കത് കേൾക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ IFPHന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു വെബിനാറിലേക്ക് വന്ന ശ്രീ മോഹൻദാസ് സാറിനെ IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മോഹൻദാസ് സാർ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അത് വായിച്ച് നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് നമ്മുടെ ശ്രീ പരീത് ബാവാക്കാൻ സാർ നല്ല രീതിയിൽ പറയുകയുണ്ടായി. അപ്പം നമ്മുടെ IFPHന്റെ സഹയാത്രികനായിട്ടുള്ള ശ്രീ പരീത് ബാവാക്കാൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച നമ്മുടെ IFPHന്റെ തന്നെ സഹയാത്രികനായിട്ടുള്ള ജോസ് ഐസക് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ വേദിയിൽ ഇപ്പോൾ സംസാരിച്ച നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡോക്ടറോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം തന്നെ വന്നു ചേർന്ന നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഇസ്മായിൽ സയ്യിദ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ഒരു വെബിനാറിന് സ്വാഗതം അറിയിച്ചിട്ടുള്ള നമ്മുടെ IFPHന്റെ തന്നെ സഹയാത്രികയായിട്ടുള്ള അജിനി മാഡത്തോടുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഹോമിയോപ്പതിക് ലവേഴ്സ്, എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വെബിനാർ മോഡറേറ്റ് ചെയ്ത മനോജ് ഡോക്ടറുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ IFPHന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഇത് എല്ലാ ദിവസവും നല്ല രീതിയിൽ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധനേഷ് ഡോക്ടർ, ഒപ്പം തന്നെ മനോജ് ഡോക്ടർ, രണ്ടുപേരുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ഷാലു രാജൻ.
നാളെ നാളെ മറ്റൊരു മനോഹര ദിവസമാണ്. നമ്മുടെ ഏറ്റവും സമാദരണീയനായ വിജയാനന്ദ സാർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം പഞ്ചായത്ത് രാജ് ദിനമാണ്. അപ്പൊ പഞ്ചായത്ത് രാജ് ഹോമിയോപ്പതി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാൻ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം. ആക്ച്വലി നാളെ ഞാൻ പങ്കെടുക്കാൻ, ഈ വിഷയം ഇതാണെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നാളെ വെളുപ്പിനെ ഞാനൊരു 2 ദിവസത്തെ യാത്ര പോവുകയാണ് വിദേശത്തേക്ക്. അപ്പോൾ നാളെ ഞാനത് മിസ് ചെയ്യും. പക്ഷെ റെക്കോർഡിംഗ് പിന്നെ കാണും തീർച്ചയായിട്ടും. അയച്ചുതരാം സാർ. സാറിന് യാത്രാ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.